Hi dears, welcome to A Dream BCom online class and our subject BRL 101 Overview of Retailing and Unit 6 Retail Operations and Stores Management. We know that retail business or the retail businessman ultimately sells goods to our customers. ഏറ്റവും അവസാനം ഉപഭോഗത്തിന് വേണ്ടി മാത്രം ഗുഡ്സ് ഓർ സർവീസ് ലാസ്റ്റ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളുടെ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻറ്റൻസീവ് industry and therefore it requires investment in many areas like merchandise, real estate, infrastructure ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് എക്സെട്ര ഒരുപാട് ആക്ടിവിറ്റീസിൽ. അപ്പോൾ റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ലേബറേഴ്സിനും അല്ലെങ്കിൽ ക്യാപിറ്റലിനുമെല്ലാം ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ സംബന്ധിച്ച മേഖലകളിലും നമ്മളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ മർക്കൻഡൈസുകൾ ഇപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്, എന്താണോ നമ്മൾ വിൽക്കുന്നത് അതിനെയാണ് മർക്കൻഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി ആയത് കാരണം നമ്മളുടെ റീറ്റെയിൽ ബിസിനസ്സിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേസ് ഉണ്ട്. നമ്മൾക്ക് പൈസ വളരെയധികം ആവശ്യമാണ്. ഒരുപാട് മേഖലകളിൽ ഈ പൈസ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മർക്കൻഡൈസ്, നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് സർവീസാണോ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ ആ പ്രോഡക്റ്റ് എന്താണോ വിൽക്കുന്നത് അതാണ് മർക്കൻഡൈസ്. അപ്പോൾ ആ മർക്കൻഡൈസിൻ്റെ ഏരിയ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും, സ്റ്റോക്കിൻ്റെ കൺട്രോൾ നടത്തേണ്ടതായി വരും, ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമായി വരാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റോഴ്സ് മാനേജ്മെൻറ്റ്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ആണ്, ബിൽഡിംഗ് ആൻഡ് അസറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഷോറൂമിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന് ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിനെ അവൈലാക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അവരുടെ റിട്ടയർമെൻറ്റ് റിലേറ്റഡ് ആയും ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടതായി വരാറുണ്ട്. അപ്പോൾ റീറ്റെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരുന്ന ബിസിനസ് മേഖലയാണ്. അപ്പോൾ ഈ റീറ്റെയിൽ ബിസിനസ്സിൽ ഇത്രയും ഫണ്ടിൻ്റെ ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എവിടെ ഫിനാൻസ് ഉണ്ടോ അതിൻ്റെ മാനേജ്മെൻറ്റ് ആ മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയൽ സെക്ടറിലായിക്കോട്ടെ, ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇന്നെവിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റീറ്റെയിൽ ബിസിനസ് മേഖലയിലും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾക്ക് പെർഫോം ചെയ്യാനുണ്ട്. മെയിനായി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ബഡ്ജറ്റ് പ്ലാനിങ്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ആക്ഷൻസ് എടുക്കുക, കമ്പാരിസൺ നടത്തുക, ആക്ച്വലും ബഡ്ജറ്റഡുമായിട്ടുള്ള പെർഫോമൻസ് കമ്പയർ ചെയ്യുക. അങ്ങനെ ബഡ്ജറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജർ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദെൻ പെർഫോമൻസ് മെഷർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് നോക്കണം. ഓരോ ഏരിയ വൈസ് നമ്മൾക്ക് റീറ്റെയിൽ ബിസിനസ് ഓപ്പറേഷൻ എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്മൾക്ക് ഒരു ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയെ അടിസ്ഥാനമാക്കി എത്രമാത്രം സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് നോക്കണം. ദെൻ അതേപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷൻ, അവൈലബിൾ ആയ റിസോഴ്സസിനെ ഏതെല്ലാം ഓപ്പർച്യൂണിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം മേഖലകളിലേക്കാണ് ഉപയോഗിക്കേണ്ടത് അത് ശ്രദ്ധിക്കണം. ദെൻ ഫ്യൂച്ചർ ബിസിനസ് എസ്റ്റിമേഷൻ, ഭാവിയിൽ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യണം, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഏത് രീതിയിലാവണം, ഇതേപോലെ മുന്നോട്ട് പോയാൽ മതിയോ, പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അതിനൊക്കെ ഫണ്ട് അവൈലബിൾ ആവണം. ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഈ ഡിസിഷൻസ് എല്ലാം നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ലാസ്റ്റിൽ വരുന്നത് അനലൈസിങ് പ്രസൻറ്റ് ബിസിനസ്, ഇപ്പോൾ നമ്മുടെ ബിസിനസ് എത്രമാത്രം എഫക്റ്റീവായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തു പോകുന്നത്, എത്രമാത്രം റിട്ടേൺ നമ്മൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർ
അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾ ഇത്രയും ഏരിയാസിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ആ മാക്സിമം ലെവലിൽ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾക്കറിയാം പ്രസൻറ്റ് ഡേ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഉപഭോക്താക്കൾക്കാണ് പ്രാധാന്യം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ ലാഭം മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് അച്ചീവ് ചെയ്ത് നേടിയെടുക്കണമെങ്കിൽ, നമ്മൾക്ക് ആ ഗോളിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജർ ഈ പറയുന്ന മേഖലകളിലെല്ലാം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Key issues in financial management of retail operations. നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ്. അവിടെ ഫണ്ടിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് ബഡ്ജറ്റ് പ്ലാനിങ്. ബഡ്ജറ്റ് ഈസ് എ സ്റ്റാൻഡിങ് ആൻസർ ഫോർ ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ആണ് അല്ലേ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി തീരുമാനിച്ച് ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് എത്രയുണ്ട്, ആ റിസോഴ്സസ് എവിടെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ഫണ്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും തീരുമാനിക്കുന്നത്. അതായത് മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഡീറ്റെയിൽ അസസ്മെൻറ്റ് ഓഫ് അവൈലബിൾ ഫിനാൻഷ്യൽ റിസോഴ്സ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് ടൈംലി യൂസ് ഓഫ് ദ റിസോഴ്സസ്. അതായത് നമ്മൾക്ക് എത്രമാത്രം ഫണ്ട് അവൈലബിൾ ആണ്, ഇതെല്ലാം കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം, ഇതിനെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ് ഈ ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ മെയിനായിട്ടും വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. നമ്മൾക്ക് ആവശ്യമായ പ്ലാനിങ് നടത്താൻ വേണ്ടി അതിനു വേണ്ട ടൂൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെയും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ടെക്നിക്കുകളാണ്. അവയുടെ ആപ്ലിക്കേഷൻസിലൂടെയാണ് നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഏരിയാസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു കോസ്റ്റ്ലി ബിസിനസ്സാണ് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻവെൻ്ററി ആണെങ്കിലും, പീപ്പിൾ ആണെങ്കിലും, മെയിൻ്റനൻസ് ആണെങ്കിലും, ഇൻറ്റീരിയറിലാണെങ്കിലും, ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ റിസോഴ്സ് അലോക്കേഷനും റിസോഴ്സ് മാനേജ്മെൻറ്റാണ് പ്രധാനമായും വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ ഗ്രൂപ്പ്, നമ്മുടെ റീറ്റെയിലേഴ്സ് ഇപ്പോൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കാറ്റഗറിയിൽ വരുന്ന റീറ്റെയിലേഴ്സ് വിശ്വസിക്കുന്നത് മോർ ഫ്രം ദ സെയിം എന്നാണ്. നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയ റിസോഴ്സസിൽ നിന്ന് മറ്റുള്ളവരെ കോമ്പറ്റേറ്റേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ റിസൾട്ട് നേടിയെടുക്കണം. മോർ ഫ്രം ദ സെയിം റിസോഴ്സസിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയണം. അതാണ് ഇന്നത്തെ റീറ്റെയിലേഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് അവൈലബിലിറ്റി നോക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബിസിനസ്സിലുള്ള റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ബൈയിങ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെല്ലിങ് ദം ഓൺ ക്യാഷ്. നമ്മൾ എന്ത് ചെയ്യണം? ബൈയിങ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ വാങ്ങിക്കുന്നത് കടത്തിന് വാങ്ങിക്കാം. നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യുക? മാക്സിമം സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങിക്കാം. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് ക്യാഷിന് വിൽക്കുക. ബൈയിങ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെല്ലിങ് ദം ഓൺ ക്യാഷ്. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടും?
സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാൻ നമ്മൾക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടും. ആ സമയത്തിനുള്ളിൽ ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റ് നമ്മൾക്ക് ക്യാഷ് ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആ ക്യാഷിൽ നിന്ന് നമ്മളുടെ ലാഭം മാറ്റിവെച്ച് ബാക്കിയുള്ള പൈസ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു റിസോഴ്സിൻ്റെ ഒരു മൊബിലൈസേഷൻ, നമ്മൾക്ക് അവൈലബിളായ ഫണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പരമാവധി സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് വാങ്ങിക്കുക, എന്നിട്ട് ആ പ്രോഡക്റ്റ് ക്യാഷിന് കസ്റ്റമേഴ്സിന് വിൽക്കുക. അപ്പോൾ നമ്മൾക്ക് ക്യാഷ് ഇൻഫ്ലോ മാക്സിമൈസ് ചെയ്യാൻ കഴിയും, സർപ്ലസ് ക്യാഷ് ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സർപ്ലസ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായാലേ നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ചില റീറ്റെയിലേഴ്സ് ചെയ്യാറുണ്ട്, ബിസിനസ്സിൽ അവൈലബിൾ ആയ ഇൻഫ്ലോ, സർപ്ലസ് ഇൻഫ്ലോ ഉണ്ടാവുമല്ലോ, നമ്മുടെ ലാഭം, ആ പൈസ എടുത്ത് എന്തിനു ഉപയോഗിക്കും? ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ എക്സ്പാൻഷന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ടെക്നിക്കുകളാണ്. ഒന്ന്, ഡിപ്രീസിയേഷൻ. കമ്പനിയിലോ അനുവദിച്ചിട്ടുള്ള അത്രയും ഡിപ്രീസിയേഷൻ അസറ്റുകൾക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കുറയും. പക്ഷേ ആ ഫണ്ട് നമ്മൾ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആ ഫണ്ട് നമ്മൾക്ക് ബിസിനസ്സിൽ റോൾ ചെയ്യാൻ എടുക്കാൻ പറ്റും. പിന്നീട് ആ അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാഭത്തിൽ നിന്ന് എടുത്ത്, അതായത് ഈ പ്രൊവിഷൻസ് ഒക്കെ മാറ്റി വെച്ചത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റിട്ടേൺ എടുത്ത് ഫണ്ട് ബാലൻസ് ചെയ്യാനും കഴിയും. അപ്പോൾ മാക്സിമം ലോ അനുവദിച്ച അത്രയും ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ നൽകാം, ആ ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ ടാക്സ് പ്ലാനിങ് നടത്താം. ഒരിക്കലും ടാക്സ് ഇവാഷൻ അല്ല, നമ്മൾ നികുതി വെട്ടിപ്പല്ല ഉദ്ദേശിക്കുന്നത്, നികുതി പരമാവധി സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻസ് മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഏത് ഏരിയയിൽ വരുന്നു? ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ വരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന സെക്കൻഡ് ഇഷ്യൂ ആണ് റീറ്റെയിൽ ബിസിനസ് ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ. We are considering a retail business unit as a profit center. In order to maximize the profit, we know that we have to control the cost. അപ്പോൾ ഒരു യൂണിറ്റിനെ നമ്മളൊരു പ്രോഫിറ്റ് സെൻറ്ററായി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ചെലവുകളെ മാക്സിമം നിയന്ത്രിച്ചാൽ മാത്രമേ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളെ ഒരു പരിധി വരെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അലോക്കേഷൻ നടത്തുമ്പോൾ, കോസ്റ്റ് അലോക്കേഷനൊക്കെ നടത്തുന്ന സമയത്ത് ആ കാര്യങ്ങളിലെല്ലാം നന്നായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലിവറേജ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഒരു റീറ്റെയിൽ യൂണിറ്റിന് മാക്സിമം പ്രോഫിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. ലിവറേജ്, അതായത് നമ്മൾക്കറിയാം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിനാൻഷ്യൽ ഗിയറിംഗ് നടത്തുമ്പോൾ ഡെപ്റ്റുകളെയും ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ലിവറേജ് നമ്മൾ പോസിബിളാക്കി മാറ്റാറുള്ളത്. ദെൻ അടുത്തതായി പറയുന്നത് എവറി ഇൻഡിവിജ്വൽ ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ ആൻഡ് ദ ഹെഡ് ഓഫ് ദ റീറ്റെയിൽ ബിസിനസ് യൂണിറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് കർത്ത. നമ്മൾ ഓരോ റീറ്റെയിൽ യൂണിറ്റിനെയും എന്തായി കൺസിഡർ ചെയ്യുന്നു? ഒരു പ്രോഫിറ്റ് സെൻറ്ററായി കൺസിഡർ ചെയ്യുന്നു. ആ യൂണിറ്റ് ഹെഡിനെ കർത്ത എന്നുള്ള ഡെസിഗ്നേഷനിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിലുള്ള നമ്മളുടെ മാൾ മാനേജർ ആണെങ്കിലും സൂപ്പർവൈസർ ആണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആണെങ്കിലും എന്തിനു വേണ്ടി ശ്രമിക്കണം? ടു കട്ട് ദ ഓവർ ഹെഡ്സ് ആൻഡ് മാക്സിമൈസ് പ്രോഫിറ്റ്. നമ്മളുടെ പരമാവധി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കാൻ ശ്രമിക്കണം, ഓവർ ഹെഡ്സ് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ സിറ്റുവേഷണൽ നീഡ്സിനെ ഓരോ മാസത്തിലും റിവ്യൂ നടത്തണം. സാധാരണ ഒരു വർഷത്തിലൊരിക്കലൊക്കെയാണ് നമ്മൾ റിവ്യൂ നടത്താറുള്ളത്. പക്ഷേ റീറ്റെയിൽ ബിസിനസ് യൂണിറ്റിനെ ഒരു പ്രോഫിറ്റ് സെൻറ്ററായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സിറ്റുവേഷണൽ നീഡ്സിലെ ഓരോ മന്തിലും റിവ്യൂ നടത്തണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നമ്മൾക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമം ചിലവ് കുറച്ചാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കൺട്രോള്, അതിലാണ് കട്ടിങ് ഓഫ് ഓവർ ഹെഡൊക്കെ വരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് യൂണിറ്റിനെ ഒരു പ്രോഫിറ്റ് സെൻറ്ററായി കൺസിഡർ ചെയ്യുന്നു.
ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ കീ ഇഷ്യൂസിൽ വരുന്ന മൂന്നാമത്തെ പോയിൻ്റാണ് ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ഭാവിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ വിശദമായിട്ടുള്ളൊരു പ്ലാന് മുന്നേ കൂട്ടി തീരുമാനിച്ചു വെക്കുന്ന ഒരു പ്ലാനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഏരിയയിലാണെങ്കിലും അല്ലെങ്കിൽ മാൻ പവർ ഏരിയയിലാണെങ്കിലും ഏത് ഏരിയ ആയിക്കോട്ടെ, ബഡ്ജറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. നമ്മൾക്ക് ഏത് ഏരിയയിലാണെങ്കിലും ആ ഏരിയയിലെ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു ടൂളാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ദ ഏരിയാസ് വേർ വി ഹാവ് ടു കോൺസെൻട്രേറ്റ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നുള്ളത് മാനേജ്മെൻറ്റിനെ മനസ്സിലാക്കാൻ നമ്മളെ ബഡ്ജറ്റ് അവരെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ ബഡ്ജറ്റ് മേ ബി സെയിൽസ് ബേസ്ഡ്, റവന്യൂ ബേസ്ഡ്, വോള്യൂം ബേസ്ഡ് എക്സെട്ര. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ കോസ്റ്റ് ബേസ്ഡ് ആയിരിക്കാം, സെയിൽസ് ബേസ്ഡ് ആയിരിക്കാം, വോള്യൂം ബേസ്ഡ് ആയിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, നിർബന്ധമായും ആ ചെലവുകൾ സംഭവിച്ചിരിക്കും. അപ്പോൾ അതിനെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കോസ്റ്റുകളെ, വാരിയബിൾ കോസ്റ്റിനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്താലേ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും ബഡ്ജറ്റിൻ്റെ ഏരിയയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫിക്സഡ് കോസ്റ്റിനെ ബാധിക്കാറില്ല. അപ്പോൾ ഈ ബഡ്ജറ്റിങ്ങിൽ വരുന്ന കീ ലേണിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് ഫ്രീക്വൻറ്റ് മോണിറ്ററിങ് ഓഫ് എസ്റ്റിമേറ്റ്സ് പ്രൊജക്റ്റഡ് ബൈ ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് കാണിക്കുന്ന ഏരിയാസ് ഉണ്ടായിരിക്കും, നമ്മളുടെ എക്സ്പെക്റ്റഡ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാവും. അതിന് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം കൊടുക്കുക, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തിനാണ്? ആക്ച്വൽസുമായി കമ്പയർ ചെയ്യാണ്. എന്തിനു വേണ്ടിയാ? ഇഫ് ദർ ഈസ് എനി ഡിസ്ക്രിപ്പൻസീസ് ഇൻ എസ്റ്റിമേറ്റ്സ്, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടോ, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എസ്റ്റിമേറ്റ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സും ആക്ച്വൽസും തമ്മിൽ കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കാം. വിച്ച് ആർ ദ ഏരിയാസ് ഓഫ് വാരിയേഷൻ? ഏതൊക്കെ ഏരിയകളിലാണ് വ്യത്യാസം സംഭവിച്ചത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റഡ് ദ വാരിയേഷൻ? നമ്മൾ എന്തെല്ലാം ഘടകങ്ങൾ മൂലമാണ് ഈ വ്യത്യാസം സംഭവിച്ചത്? അപ്പോൾ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് എവിടെയാണ് എന്ന് നോക്കി, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീപ്ലാൻ, വീണ്ടും പ്ലാൻ ചെയ്യുക. ഈ കൺട്രോളിങ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കാരണങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ആ വേരിയൻസിനുള്ള റീസൺസിനെ ഒഴിവാക്കിക്കൊണ്ട്, മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പ്ലാൻ ചെയ്യണം, റീപ്ലാനിങ് നടത്തണം. അത്തരം ഏരിയാസ് എല്ലാം വരുന്നത് ഈ ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ ഇതും ഫിനാൻഷ്യൽ മാനേജർ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു ഫങ്ഷനാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കീ ഇഷ്യൂസിലെ നാലാമത്തെ പോയിൻ്റാണ് സ്ട്രാറ്റജി ബേസ്ഡ് പ്ലാനിങ്. ഇപ്പോൾ ബഡ്ജറ്റിലെല്ലാം നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ പ്ലാനിങ് നടത്തുന്നത് ഏത് ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും? പ്ലാനിങ് ഈസ് ഡൺ ഫോർ ഫ്യൂച്ചർ സസ്റ്റൈനബിലിറ്റി ഓഫ് എനി ഓപ്പറേഷൻ ഓർ മോഡൽ. നമ്മളുടെ ബിസിനസ്സിൻ്റെ മോഡൽ ഏതോ ആയിക്കൊള്ളട്ടെ, ഏത് പ്രവർത്തനത്തെക്കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങും ആയിക്കോട്ടെ, പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ സസ്റ്റൈനബിലിറ്റിയാണ്. ഭാവിയിലുള്ള ഒരു സുസ്ഥിര നിലനിൽപ്പായിരിക്കണം എല്ലായ്പ്പോഴും പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് നടത്തി ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജീസ് ഫോം ചെയ്യും. ഓരോ മേഖലയെയും കവർ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജി ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് മസ്റ്റ് കവർ ഓൾ ഏരിയാസ് ഓഫ് ബിസിനസ്. ഏറ്റവും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്രാനുലാർ ഏരിയാസ് കൂടി
സ്ട്രാറ്റജിയുടെ കീഴിൽ വരണം. വലിയ വലിയ വിഷയങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ കൂടി കവർ ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ രൂപീകരിക്കേണ്ടത്. അപ്പോൾ ഓരോ പ്രവർത്തനത്തിലും അത് നിർബന്ധമാണ്. ഏത്? പ്ലാനിങ് ബിഫോർ എക്സിക്യൂഷൻ. അപ്പോൾ പ്ലാനിങ് നടത്തിയേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഓരോ പ്രവർത്തനങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ചില പ്രധാനപ്പെട്ട ഇഷ്യൂസ് വരാറുണ്ട്. അതായത് കൺസ്യൂമർ ഫോക്കസ്ഡ് പ്ലാനിങ്, സ്ലോ റേറ്റ് ഓഫ് ഗ്രോത്ത്, കറൻറ്റ് മാർക്കറ്റ് ബിഹേവിയർ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എത്രമാത്രം നമ്മൾക്ക് പ്രസൻറ്റ് ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ട്, കറൻറ്റ് മാർക്കറ്റിൽ നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് എങ്ങനെയാണ്, അതെല്ലാം കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഫോർമാറ്റ് ഓഫ് ബിസിനസ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫോർമാറ്റും പൊസിഷനും അത് നമ്മൾ മനസ്സിലാക്കണം. കൺവീനിയൻറ്റ് സ്റ്റോർ ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കൺവീനിയൻറ്റ് സ്റ്റോർ, ഇൻ ആൻഡ് ഔട്ട് പെട്രോൾ പമ്പ്സ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, ലൈഫ് സ്റ്റൈൽ ഓർ ഷോപ്പേഴ്സ് ഷോപ്പ്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫോർമാറ്റും പൊസിഷനും ഒക്കെ നോക്കി വേണം പ്ലാനിങ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് നടത്തുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഏരിയാസിൽ പർട്ടിക്കുലർ കെയർ കൊടുക്കണം. നമ്മൾ പറഞ്ഞിരുന്നു റിയൽ എസ്റ്റേറ്റ്, IT റിക്വയർമെൻറ്റ്, ബാക്ക് എൻഡ് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ സിവിൽ വർക്കുകൾ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, റെൻറ്റ് ഫോർ ഫ്ലോർ സ്പേസ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, ഫിക്ചേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ IT റിക്വയർമെൻറ്റിലാവുമ്പോൾ മാൻ പവർ ആൻഡ് HR, അക്കൗണ്ട്സ്, സെയിൽസ്, മർക്കൻഡൈസിങ്, സപ്ലൈ ചെയിൻ എക്സെട്ര. അപ്പോൾ ഈ ഏരിയാസിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ശ്രദ്ധയോടുകൂടി പ്ലാൻ ഫോം ചെയ്യണം. ഇനി ഇത്തരം എക്സ്പെൻസുകൾക്കെല്ലാം പുറമെ ഡെയിലി മീറ്റ് ചെയ്യുന്ന വേറെയും ഒരുപാട് എക്സ്പെൻസുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ്, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന വാട്ടർ ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, ട്രാവലിംഗ് ബിൽസ്, ഫോൺ ബില്ല്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ബേസിക് ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ കസ്റ്റമർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ചില വേരിയേഷൻസ് സംഭവിക്കുന്ന എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഏരിയാസ് എല്ലാം കവർ ചെയ്യണം. പ്രധാനപ്പെട്ട 4 ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ബജറ്റ് പ്ലാനിങ്, റീറ്റെയിൽ ബിസിനസ് ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ, ബജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് സ്ട്രാറ്റജി ബേസ്ഡ് പ്ലാനിങ്. പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഓഡിറ്റ് ഇൻ റീറ്റെയിലിംഗ്. നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരും. അപ്പോൾ ഈ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് പേ ബാക്ക് പീരിയഡ്. ഒരു റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, അതായത് അത് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ പേ ബാക്ക് പീരിയഡ് അനലൈസ് ചെയ്താൽ മതി. പേ ബാക്ക് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ഓൺ ദ പ്രോജക്റ്റ്. അതായത് ഒരു ഇനീഷ്യൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവാൻ എത്രമാത്രം സമയമെടുക്കുന്നു, അതിനെയാണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 പ്രൊജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. എല്ലാ 3 പ്രൊജക്റ്റിനും 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ഒന്നാമത്തെ പ്രൊജക്റ്റ് 2 വർഷം കൊണ്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കി തുടങ്ങും. രണ്ടാമത്തെ പ്രൊജക്റ്റ് 3 വർഷം കൊണ്ട്, മൂന്നാമത്തെ പ്രൊജക്റ്റ് 4 വർഷം കൊണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഉണ്ടാവാൻ എടുക്കുന്ന പീരിയഡ്, ഫസ്റ്റ് പ്രൊജക്റ്റ് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലോ ഉണ്ടാവാൻ തുടങ്ങും. ദെൻ രണ്ടാമത്തെ പ്രൊജക്റ്റ് 3 വർഷം, മൂന്നാമത്തെ പ്രൊജക്റ്റ് 4 വർഷം. അപ്പോൾ ഒന്നാമത്തെ പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ, അതായത് ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും, എത്ര കാലം കഴിയുമ്പോഴാണ് അത് തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നത്, ആ പീരിയഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത്. ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ. നമ്മൾ എത്ര ക്യാഷ് ഔട്ട്ലേ, അതായത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടാൻ നമ്മൾ എത്രമാത്രം സമയമെടുക്കുന്നു, അതിനെയാണ് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ബെനഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആണ്.
നമ്മൾ ബിസിനസ് നടത്തിയതിൽ നിന്നുണ്ടാകുന്ന നമ്മൾക്കുണ്ടാകുന്ന നേട്ടങ്ങളും നമ്മൾ നേരിട്ട ചെലവുകളും തമ്മിലുള്ളൊരു അനുപാതം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് PVB/I എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. PVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ബിസിനസ്. I എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം നമ്മുടെ ബിസിനസിന്റെ പ്രസന്റ് വാല്യൂ എത്രയുണ്ട്, അതും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ മാത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ മൂന്നാമത്തെ ടൂളാണ് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ NPV. NPV മീൻസ് സം ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ആൾ ക്യാഷ് ഫ്ലോസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്റ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് എത്ര ക്യാഷ് ഫ്ലോ ആണോ ഉണ്ടാകുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്യാം. ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂവിലേക്ക് ആക്കുക. അങ്ങനെ ക്യാഷ് ഫ്ലോസിനെ പ്രസന്റ് വാല്യൂവിലാക്കിയതിൻ്റെ ടോട്ടൽ, അതിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് പ്രസന്റ് വാല്യൂ. ദെൻ അടുത്തതാണ് IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. IRR means the discount rate at which the NPV equal to 0. നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ 0 ആയി മാറുന്ന ഡിസ്കൗണ്ട് റേറ്റിനെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് ഇക്വേഷൻ ഫോർമാറ്റിൽ. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് ഗ്രോസ് മാർജിൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ എമൗണ്ടിൻ്റെ മുകളിൽ എത്രമാത്രം മാർജിനാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളൊരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾക്ക് 65,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, റിട്ടേൺ. അപ്പോൾ 1,00,000-ന് 65,000 മാർജിൻ കിട്ടി. അപ്പോൾ നമ്മളുടെ GMROI എന്ന് പറയുന്നത് 65,000 ഡിവൈഡഡ് ബൈ 1 lakh into 100, 65%. ആ ഗാർമെൻറ്റ് ബിസിനസ്സിൽ നിന്ന് നമ്മൾക്ക് 65% ഗ്രോസ് മാർജിൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്, ടാസ്ക്സ് പെർഫോംഡ് ഇൻ എ റീറ്റെയിൽ യൂണിറ്റ്. നമ്മളൊരു റീറ്റെയിൽ ബിസിനസ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? മെയിനായി 3 സെക്ഷൻ ആണുള്ളത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, മെർക്കൻഡൈസിങ് ആൻഡ് ഷോപ്പ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റീറ്റെയിൽ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അതെല്ലാം ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം, ആ പ്ലാനുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയയാണ്. ഇത് ടോപ്പ് മാനേജ്മെന്റിന്റെ ഡൊമൈൻ ആണ്. അവരാണ് ഇതെല്ലാം പെർഫോം ചെയ്യുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ടാർഗറ്റ് മാർക്കറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് മാർക്കറ്റ് സെഗ്മെന്റ് ഏതാണ്, അതിൽ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്. 2, ഡിഫറെന്റ് റീറ്റെയിൽ ഫോർമാറ്റ്സ് കാറ്ററിംഗ് ദ ടാർഗറ്റ് മാർക്കറ്റ്. ആ ടാർഗറ്റ് മാർക്കറ്റിനെ സെർവ് ചെയ്യുന്ന ഡിഫറെന്റ് റീറ്റെയിൽ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ്. 3, പ്രസന്റ് ബൈയിങ് ട്രെൻഡ്സ് ആൻഡ് പ്രിഫറൻസസ്. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഇന്നത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്. 4, വാരിയസ് ടാസ്ക് ടു ബി പെർഫോംഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിലവിൽ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്. ദെൻ ഡിസൈനിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മുടെ റീറ്റെയിൽ യൂണിറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത പോയിന്റിൽ പറയുന്നത് സൈറ്റ് സെലക്ഷൻ, ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് അനാലിസിസ് ആണ്. ഇതിനോടുകൂടി ഡിഫറെന്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് കൂടി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ആവശ്യമായി വരികയാണെങ്കിൽ എക്സ്പേർട്സിന്റെ അഡ്വൈസുകളോ കൺസൾട്ടൻസി സർവീസുകളോ ഈ മേഖലയിൽ നമ്മുടെ ബിസിനസ് യൂണിറ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ഫങ്ഷണൽ ഏരിയയാണ് മെർക്കൻഡൈസിങ്. നമ്മുടെ സ്ഥാപനം ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുക, അത് ആരിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിക്കുക, ആ പ്രൊഡക്ട്സ് നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങനെ ഡിസ്പ്ലേ നടത്തണമെന്ന് തീരുമാനിക്കുക, അത് കൺസ്യൂമേഴ്സിന് എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുക. അത്രയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഫങ്ഷണൽ ഏരിയ ആണ് മെർക്കൻഡൈസിങ്. അതായത് സോഴ്സിംഗ്, അക്വിസിഷൻ, മെയിൻ്റനൻസ് ആൻഡ് പ്രൈസിംഗ് ഓഫ് മെർക്കൻഡൈസിങ്.
ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഷോപ്പ് മാനേജ്മെന്റ്. നമ്മുടെ സ്റ്റോറിനെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് മാനേജ്മെന്റ് നടത്തുക. അതിൽ വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സ്റ്റോർ ഫെസിലിറ്റീസ്, ലേ ഔട്ട്, ഡിസ്പ്ലേ, സെല്ലിംഗ് മെർക്കൻഡൈസ്, ദെൻ കസ്റ്റമർ ഗ്രീവൻസ് എക്സെട്ര. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഷോപ്പിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ കസ്റ്റമർ ഗ്രീവൻസ് നമ്മൾ പറഞ്ഞു, പിന്നെ കോംപ്ലിമെന്ററി സർവീസസ് ലൈക്ക് ഗിഫ്റ്റ് റാപ്പിംഗ്, ഹോം ഡെലിവറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഷോപ്പ് ലിഫ്റ്റിങ്ങോ ഷ്രിങ്കേജോ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക, നമ്മുടെ മെർക്കൻഡൈസുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യേണ്ടി വരും? മാൻ പവർ പ്ലാനിങ് നടത്തണം, മാൻ പവർ റിക്വയർമെന്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻസ് നടത്തണം, റിക്രൂട്ട്മെന്റ് നടത്തണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, വർക്ക് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യണം, അവരെ വർക്ക് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യണം. ഏറ്റവും അവസാനം അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുകയും വേണം. അപ്പൊ ഇത്രയും ടാസ്കുകൾ നമ്മൾ ഒരു റീറ്റെയിൽ യൂണിറ്റിൽ പെർഫോം ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക് ഇവല്യൂഷൻ ഓഫ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് വിശ്വസിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇറ്റ് എയിംസ് അറ്റ് മെയിൻറ്റെയിനിങ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് അവർ വാല്യുബിൾ കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ പറയുന്നത് ഓരോ റീറ്റെയിൽ ബിസിനസ് യൂണിറ്റും അവരുടെ ലോയൽ കസ്റ്റമേഴ്സിനെ എന്ത് വില കൊടുത്തും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അതായത് നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പ്രകാരം കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ്. അപ്പൊ നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോയി വേണം നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം സർവീസുകൾ നമ്മുടെ റീറ്റെയിൽ യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സർവീസ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ലോയൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, ലോയൽ കസ്റ്റമേഴ്സ് ആർ ചീപ്പ് ദാൻ ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അവരെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അത്രയും ചെലവ് നമ്മൾക്ക് ലോയൽ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്നില്ല. അതേപോലെ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വില്ലിംഗ് ടു പേ ഫോർ മോർ പാക്കേജ് ഓഫറിങ്സ്. നമ്മൾ കൂടുതൽ സർവീസുകൾ ഓഫർ ചെയ്യുമ്പോൾ അവർ കൂടുതൽ പേയ്മെന്റ് നൽകാനും തയ്യാറാവാറുണ്ട്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ അഡ്വക്കേറ്റ്സ് ഓഫ് അവർ ഫേം. വിശ്വസ്തരായ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാം നമ്മളുടെ സ്ഥാപനത്തെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ ലോയൽ കസ്റ്റമർ പ്രോഗ്രാമുകൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാക്സിമം പ്രോഗ്രാമുകൾ എല്ലാ റീറ്റെയിൽ യൂണിറ്റ്സും ഇപ്പോൾ നടത്താറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിയുന്ന ഒരാളാണ് എംപ്ലോയീസ്. They have an important role in maintaining loyal customers. നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സുമായി ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത് എംപ്ലോയീസ് ആണ്. അപ്പൊ നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ നല്ല ക്യാൻവാസിംഗ് പ്രോഗ്രാമുകൾ നൽകണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അവരുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്, എത്രമാത്രം പ്ലീസിങ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് മോണിറ്ററി റെമ്യൂണറേഷൻ നൽകി തന്നെയാണ്. അപ്പൊ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ അടിസ്ഥാനമാക്കി അവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ എംപ്ലോയീസിന്റെ സർവീസ് ഉപയോഗിച്ച് മാക്സിമം ലോയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടെ വിത്ത് ഹെൽഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെ മാനേജ്മെന്റ് ടെക്നിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് അവർ റീറ്റെയിൽ ഓപ്പറേഷൻസ്. നമ്മളുടെ പ്രവർത്തനങ്ങളെ സ്ഥിരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരു റീറ്റെയിൽ യൂണിറ്റിന് മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. മെഷറിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ. എങ്ങനെയാണ് നമ്മൾക്കൊരു റീറ്റെയിൽ സ്ഥാപനം നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ ഡിപ്പെൻഡ്സ് ഓൺ ഫുട്ഫാൾസ്, കൺവേർഷൻസ് ആൻഡ് ബിൽ സൈസ്. ഒരു റീറ്റെയിൽ ഷോപ്പിന്റെ ലാഭസാധ്യത എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഫസ്റ്റ് പോയിന്റ് ആണ് ഫുട്ഫാൾസ്.
ഫുഡ് ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഓർ പീപ്പിൾസ് വിസിറ്റിംഗ് ദ ഷോറൂം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം, എത്രമാത്രം ആളുകളാണ് നമ്മുടെ ഷോപ്പ് സന്ദർശിച്ചിട്ടുള്ളത്, അതാണ് ഫുഡ് ഫാൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര പേര് കയറി വന്നു. രണ്ടാമതായി നോക്കുന്നത് എന്താണ്? കൺവേർഷൻ ആണ്. കടയിലേക്ക് വന്ന എല്ലാവരും നമ്മുടെ കടയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കോ? ഇല്ല. സോളിറ്ററി ഷോപ്പേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ ഗ്രൂപ്പായി വന്ന് ഷോപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ 10 പേര് ചേർന്ന് വന്നിട്ട് ഒരു സാരി ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ നമ്പർ ഓഫ് ഫുഡ് ഫാൾസ് മാത്രം നോക്കി നമ്മൾക്ക് ലാഭം കണക്കാക്കാൻ പറ്റില്ല. അതിൽ നിന്ന് എത്ര പേര് ഷോപ്പ് ചെയ്തു, കൺവേർഷൻസ്, എത്ര ഫുഡ് ഫാൾസ് ഷോപ്പേഴ്സ് ആയി, എത്ര പേരാണ് പ്രോഡക്ട്സ് വാങ്ങിച്ചത്. ഇനി മൂന്നാമത് പറയുന്ന കാര്യം ബിൽ സൈസ് ആണ്. എത്ര പേര് പ്രൊഡക്റ്റ് വാങ്ങി എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എത്ര പൈസയ്ക്ക് അവർ വാങ്ങിച്ചു, ആവറേജ് സൈസ് ഓഫ് ബില്ല്. ഇതെല്ലാം ആശ്രയിച്ചാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഉള്ളത്. ഒരു 100 പേര് കടയിലേക്ക് വന്നു, 100 പേര് വന്നു, നല്ലൊരു നമ്പർ. 10 പേര് പ്രോഡക്റ്റ് വാങ്ങിച്ചല്ലോ, ഓക്കെ, 10 പേര് വാങ്ങിച്ചല്ലോ. 10 പേരില് ഒരാളെയാണ് 2000 രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂ, ബാക്കിയെല്ലാം 30-40 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. സ്ഥാപനത്തിന് ലാഭം ഉണ്ടാവോ? മാക്സിമം ലാഭം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫുഡ് ഫാൾസ്, കൺവേർഷൻസ്, ബിൽ സൈസ്, ഇവയെ ആശ്രയിച്ചാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയെല്ലാം മെഷർ ചെയ്യാം, ഒരു റീറ്റെയിൽ സ്റ്റോറിന്റെ പെർഫോമൻസ് എങ്ങനെയെല്ലാം നമ്മൾക്ക് മോണിറ്റർ ചെയ്യാം, അതിന്റെ ഒരു ടെക്നിക്കാണ് SPF. SPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്. എത്രമാത്രം സ്റ്റോർ ലൊക്കേഷൻ ആണ് നമ്മൾ ആ ബിസിനസ്സിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം. എന്നിട്ട് ആ നീക്കി വെച്ച പ്ലേസിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് നമ്മൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ സ്ക്വയർ ഫീറ്റിൽ നിന്ന് എത്ര ലാഭം കിട്ടി, സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്. നമ്മൾ എക്സ്പെക്റ്റഡ് റവന്യൂ ആ ഒരു ഏരിയ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഓരോ സ്ക്വയർ ഫീറ്റിൽ നിന്നും എത്രമാത്രം സെയിൽസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, അതിനെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് നമ്മളുടെ റീറ്റെയിൽ യൂണിറ്റിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാം. ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. മാക്സിമം സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും എഫക്റ്റീവായി സ്റ്റോഴ്സ് ലൊക്കേഷൻ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. പക്ഷേ എല്ലാ കടകളിലും എല്ലായ്പ്പോഴും മാക്സിമം SPF ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പല സ്ഥാപനങ്ങളിലും പുവർ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അങ്ങനെ പുവർ SPF ഉണ്ടാവാനുള്ള റീസൺസ് ആണ് പറയുന്നത്. ഒന്ന്, പുവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് അത്ര ഗുണനിലവാരമുള്ളതല്ല, അത്ര ആവശ്യമുള്ളതല്ല എന്ന് വിചാരിക്കാം. അതിന് എങ്ങനെയായാലും മാക്സിമം സെയിൽസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒന്ന്, പുവർ ഫ്ലോർ ഇൻവെന്ററി. ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്ലോർ ഇൻവെന്ററി. നമുക്ക് കുറേ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് മുഴുവൻ പ്രോഡക്റ്റ് വേണ്ടേ? empty ഷെൽഫ് ഒക്കെ ആണെന്ന് വിചാരിക്കുക, കുറെ ഷെൽഫൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു പ്രൊഡക്റ്റും ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിച്ചോണ്ട് പോവോ? ഇല്ല. ആ സ്ഥലമെല്ലാം ഐഡിലാണ്, വേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസഫിഷ്യന്റ് ഇൻവെന്ററി വരാം. പിന്നൊന്ന്, അൺകോമ്പറ്റേറ്റീവ് പ്രൈസിങ്. പ്രൊഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഉയർന്നൊരു വില, താഴ്ന്നൊരു വില, അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങില്ല. ഹൈ പ്രൈസ് ആണെങ്കിൽ നോർമൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യില്ല. ലോ പ്രൈസ് ആണെങ്കിൽ, വെരി ലോ പ്രൈസ് ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി മോശമാവും എന്ന് വിചാരിച്ചും പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല. അതേപോലെ തന്നെ പുവർ സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ് പേഴ്സണൽ. സെയിൽസ്മാൻഷിപ്പ് ഒക്കെ അത്രയും എഫിഷ്യന്റ് ആവണം. ദെൻ അതേപോലെ വേറെയും കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. പുവർ ലൊക്കേഷൻ ആൻഡ് നോൺ ഓപ്റ്റിമൽ സ്റ്റോർ ഹൗസ്. എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കടയാണെങ്കിൽ ആരും അവിടേക്ക് ചെല്ലില്ല. പിന്നെ പുവർ സ്റ്റോർ ലേഔട്ട് ആൻഡ് ഡിസൈൻ, ഇൻസഫിഷ്യന്റ് ഓർ പുവർ മാർക്കറ്റിംഗ്, ഫിക്സഡ് കൺസ്യൂമർ പെർസെപ്ഷൻ. ഇതെല്ലാം പുവർ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റിന് കാരണമാവാറുണ്ട്. ഇനി റീറ്റെയിൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് എത്രമാത്രം റിട്ടേൺ ലഭിക്കുന്നുണ്ട്. ഏതൊരു ബിസിനസ്സുകാരന്റെയും ലക്ഷ്യം 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1.5 1.5 രൂപയെങ്കിലും ആക്കി എടുക്കണമെന്നായിരിക്കും. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന
റീറ്റെയിൽ യൂണിറ്റുകൾക്കാണ് നല്ല പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയാം. അതിനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു കൺസെപ്റ്റ് പറയില്ലേ, അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റന്റ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ, ഒരേപോലെയാണെങ്കിൽ, ഏത് റീറ്റെയിൽ ബിസിനസ്സിനാണോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുള്ളത് അതിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞതാണ് പേ ബാക്ക് പീരിയഡ്, അങ്ങനെ കുറെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറ് മാക്സിമം എഫക്റ്റീവായി അവിടെയുള്ള ടാസ്കിനെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, മാനേജ്മെന്റ് ഓരോ ഏരിയയിലും പരമാവധി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. പ്രസന്റ് ഡേ ബിസിനസ്സിന് റീറ്റെയിൽ ഔട്ട്ലെറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി സ്റ്റോർ മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യണം. ഇത്രയാണ് നമ്മൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്.